എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം മെയ്ഡ് ഫെവിക്കോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നമ്മൾ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഇടയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായി പോവും. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നമ്മൾ 3 സ്പൂണാണ് എടുക്കേണ്ടത്. പിന്നെ എടുക്കുന്നത് പഞ്ചസാരയാണ്. അത് 1 സ്പൂണാണ് എടുക്കേണ്ടത്. ഈ അളവ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൂ കിട്ടും. പിന്നെ ഞാൻ എടുക്കുന്നത് വിനെഗറാണ്. ഈ വിനെഗർ 1 സ്പൂണാണ് എടുക്കുന്നത്. വിനെഗർ നമ്മളൊരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് പെട്ടെന്ന് ഇത് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനെഗർ ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ ആയാലും ഇപ്പോൾ വൈറ്റ് കളർ തന്നെ വേണമെങ്കിൽ മൈദ എടുക്കാം. അതല്ല കളറിൻ്റെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുത്താലും മതി. എല്ലാത്തിനും ഒരേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ 6 സ്പൂൺ വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ എല്ലാത്തിനും ഒരേ സ്പൂണിൻ്റെ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 6 സ്പൂണ് വെള്ളം എടുത്ത് ഒഴിച്ച് കഴിയുമ്പം 6 സ്പൂൺ ഒരുമിച്ച് ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ച് ഇളക്കി എടുക്കണം. അല്ലെങ്കിൽ അതിൽ കുറേ കട്ടകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ കുറച്ചിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടും. ഇനി നമ്മളിത് കുക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഇത് സ്ട്രോങ് ആയിട്ട് ഉള്ളത്. ഇതിപ്പോൾ വെള്ളം പോലെ ആവുമ്പം അത്ര സ്ട്രോങ് ഒന്നുമല്ല. ഇനി നമുക്കിതൊന്ന് ബാറ്റർ റെഡിയായി കഴിഞ്ഞാൽ, അതായത് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി നല്ല ദോശമാവിൻ്റെ ഒക്കെ ബാറ്റർ പോലെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടും. അതിന് ശേഷം നമ്മൾ ഇത് ഗ്യാസുമ്മേൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കുക. അപ്പം നമുക്കറിയാമല്ലോ ഇത് വെള്ളം പോലെയല്ലേ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പം ഇത് കുറച്ച് കട്ടിയാവും. കാരണം ഇത് കോൺഫ്ലവറാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് കട്ടിയായി വരും. അപ്പോൾ ആ കട്ടിയായി വരുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് കുറച്ച് കട്ടിയായി വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്ലൂവിൻ്റെ കൺസിസ്റ്റൻസിയിലാവുമ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 3 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത്രയും ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലൂ കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഇതാ നമുക്ക് 2 പേപ്പർ പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 പേപ്പറിനെ നമുക്ക് ഒന്ന് ഒട്ടിച്ച് നോക്കാം ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട്.
ഇതേപോലെ ഞാൻ 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാൻ വെക്കുകയാണ്. മൂന്നാമത് ഞാൻ ഒരു ക്ലോത്താണ് എടുത്തത്. അതായത് ഒരു തുണിയുടെ കഷ്ണം എടുത്തിട്ട് അതിനെ ഒരു 2ആയിട്ട് മടക്കിയിട്ട് അതാണ് ഒട്ടിക്കാൻ നോക്കുന്നത്. നമുക്ക് ഫാബ്രിക് ഗ്ലൂ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്തതിൽ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തത്. അതിൽ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ടിഷ്യൂ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്ക ക്രാഫ്റ്റൊക്കെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മൾ ഫെവിക്കോളും വെള്ളം കൂടിയിട്ട് ടിഷ്യൂവിൻ്റെ മേലെ ആക്കിയിട്ട് ഒട്ടിക്കില്ലേ, അതുപോലെ. ഇനി നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒരു പുളിയുടെ ഒരു കുരു എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ 12 മണിക്കൂറാണ് വെച്ചത്. അതായത് രാത്രിയാണ് ഞാനിത് ചെയ്തത്. രാവിലെയാണ് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. അപ്പോൾ പേപ്പർ ഒട്ടിച്ചതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ വലിച്ച് പറിച്ചെടുത്താൽ മാത്രമേ അത് ഇളകി വരുള്ളൂ. ഇനി നെക്സ്റ്റ് കാർഡ്ബോർഡ് ഒട്ടിച്ചതാണ് കാണിക്കുന്നത്. ഇതും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട്. തുണീൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് അതത്ര സ്ട്രോങ് ഒന്നുമല്ല. അപ്പോൾ നമുക്കിതൊരു ഫാബ്രിക് ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടിഷ്യൂ പേപ്പർ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഒട്ടിച്ചത് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും നന്നായിട്ട് വന്നിട്ടുള്ളത് അതാണ്. അതുപോലെ തന്നെ സീഡ് ഒട്ടിച്ചില്ലേ നമ്മൾ, അതും അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്. അത്യാവശ്യം ഒട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് ഇളകി വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറേ പേര് ഹോം മെയ്ഡ് ഗ്ലൂ ഉണ്ടാക്കുന്ന സ്ട്രോങ് ഗ്ലൂ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.